Hello friends, Bits and Bytes മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് ആണ്. ചാപ്റ്റർ 5 വെബ് ഡിസൈനിങ് യൂസിങ് HTML ക്ലാസ് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, ഫ്രെയിംസിനെ പറ്റിയിട്ടായിരുന്നു. ആരെങ്കിലൊക്കെ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഐ ബട്ടൺ കൊടുത്തേക്കാം, അതുപോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫോംസ് ആൻഡ് വെബ് പേജസ് ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫോംസ് ആൻഡ് വെബ് പേജസ്, എന്താണ് ഈ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൻ്റെ ലോഗിൻ പേജ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ യൂസർ നെയിം, ദെൻ പാസ്വേഡ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ ബർത്ത് ഡേറ്റ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു ഫോം. വേറൊരു ഫോമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ലോഗിൻ ചെയ്യല്ല, നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ യൂസർ നെയിം പാസ്വേഡ് അടിക്കാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും. ഓക്കെ, അത് വേറൊരു ഫോം പേജാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോണത്. ഒരു എക്സാമ്പിൾ നോക്കിയേ, ഇതിൽ യൂസർ നെയിം ഉണ്ട്, ദെൻ പാസ്വേഡ്സ് ഉണ്ട്, ദെൻ ലോഗിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇതൊരു ഫോമിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മളൊരു ഫോമിൽ മെയിനായിട്ടും കൺസിസ്റ്റ് ചെയ്തേക്കണത് മെയിനായിട്ടുള്ള 2 എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ദ ഫോം കണ്ടെയ്നർ. ഓക്കെ, ഫസ്റ്റ് എലമെൻ്റ് ആണ് ഫോം കണ്ടെയ്നർ. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ ഫോം കൺട്രോൾസ്. അതായത് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഫോം ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോം ടാഗ്. അപ്പം നമ്മൾ ആ ഒരു ഫോമിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ലോഗിൻ്റെ പേജാൽ അതിൻ്റെ ഉള്ളിലെ ടെക്സ്റ്റ് ബോക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഫോം ടാഗിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫോം ടാഗ് എന്ന് വെച്ചാൽ എന്താണ്? അതെന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. കണ്ടെയ്നർ ടാഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, അതായത് ഒരു ഓപ്പൺ ടാഗും ക്ലോസ് ടാഗും ഉള്ളതിനാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പൺ ടാഗ് എന്ന് പറയുന്നത് ഫോമും, ദെൻ ക്ലോസിങ് ടാഗ് എന്ന് പറയുന്നത് /ഫോമും ആണ്. ഓക്കെ, ഇപ്പോൾ ഫോമിലുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ action. Specifies where to send the form data when a form is submitted. അതായത് ഇപ്പോൾ നമ്മൾ ഒരു യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്തു, എന്നിട്ട് നമ്മൾ ലോഗിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഡീറ്റെയിൽസ് എങ്ങോട്ടേക്ക് സെൻഡ് ആകും? സെർവറിലേക്ക് സെൻഡ് ആകും. ഓക്കെ, അപ്പോൾ ഈ ആക്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യണത്? അതായത് ആ ഒരു ഇൻഫോർമേഷൻ എങ്ങോട്ടാണ് സെൻഡ് ചെയ്യണത്, അല്ലെങ്കിൽ ഏത് സെർവറിലാണ് പോകേണ്ടത് എന്ന് കൊടുക്കുന്നത് ഈ ആക്ഷൻ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ മെത്തേഡ്. മെത്തേഡ് സ്പെസിഫൈ ഹൗ ടു സെൻഡ് ഫോം ഡാറ്റ. അതായത് എങ്ങനെയാണ് ഈ ഡാറ്റയെ സെൻഡ് ചെയ്യണത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 എണ്ണമാണ് ഗെറ്റ് ആൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ ടാർജറ്റ്, യൂസ്ഡ് ടു സ്പെസിഫൈ വേർ ദ റിസൾട്ട് ടു ബി ഡിസ്പ്ലേഡ്. അതായത് എവിടെയാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യണത് എന്നതാണ് ടാർജറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെർവർ സൈഡ് ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ഫോം കൺട്രോൾസ്. അതായത് ഫോം കൺട്രോൾസ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവരെന്തൊക്കെ ചോദിക്കും? നമ്മുടെ പേര്, നമ്മുടെ ഡീറ്റെയിൽസ്, ദെൻ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഫീൽഡുകളുണ്ട്. ഈ ഫീൽഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഫോം കൺട്രോൾസ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഫോം കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് HTML യൂസ് ചെയ്യുന്ന ടാഗുകളാണ് ഇൻപുട്ട് ടാഗ്സ്. അപ്പോൾ ഈ ടാഗ് എങ്ങനെയാണ് യൂസ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതൊരു ഫോമാണ്. ഇവിടെ വന്നിട്ട് ഹെഡിങ് ടാഗ് എന്ന് പറയുന്നത്, ഹെഡിങ് ടാഗിൽ കൊടുത്തേക്കുന്നത് ലോഗിൻ ഫോം എന്നാണ്. ദെൻ ബോഡി BG കളർ എല്ലാം ആണ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി റൺ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് കൊടുക്കാൻ പോണത്, നമുക്കൊരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ടാഗ് എന്തായിരിക്കും? ഫോം ടാഗ് ആയിരിക്കും അല്ലേ. ഫോം ടാഗ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. സോ അതിനൊരു ഓപ്പൺ ടാഗും ക്ലോസ് ടാഗും എന്തായാലും ഉണ്ടാകും. അപ്പോൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫോമിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു യൂസർ നെയിം പാസ്വേഡും ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് അങ്ങനെയുള്ളൊരു രീതിക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എന്ന ടാഗാണ് യൂസ് ചെയ്യണത്. ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫസ്റ്റ് കൊടുക്കുന്നത് എന്താണ്? വാല്യൂ എന്ന് പറയണത് ടെക്സ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു ഇത് വന്നു. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ യൂസർ നെയിം ആണ് ഇവിടെ ടൈപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്കിനി യൂസർ നെയിം എന്ന് കൊടുക്കാം ഇവിടെ.
എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യൂസ് നെയിം എന്ന് ജസ്റ്റ് കൊടുക്കുകയാണ്. Okay, the next one is the password. So password, input type equal to text. ഓക്കെ, പാസ്വേഡ് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പാസ്വേഡ് വന്നിട്ട് അങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് തരണം. നമ്മുടെ കൊടുത്തതിന് ഇത് തന്നെ കറക്റ്റായി ടൈപ്പ് ചെയ്യും. ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്, അപ്പോൾ സ്റ്റാർ ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കുക, ടെക്സ്റ്റിന് പകരം പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്തിട്ട് നോക്കാം. കണ്ടോ, അങ്ങനെ വരും. ഓക്കെ, ഇത് നെക്സ്റ്റ് വേണ്ടത് ഇത് താഴെ വരാൻ പാകത്തിന് സെറ്റ് ചെയ്യുക. അപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത BR ടാഗാണ് ഇവിടെ യൂസ് ചെയ്യണത്. BR ടാഗ് നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, താഴെ വരും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുക്കണം. സബ്മിറ്റും അതുപോലെ റീസെറ്റ് ബട്ടൺ, ക്ലിയർ ചെയ്യാനുള്ളൊരു ബട്ടൺ കൊടുക്കണം. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു എന്ത് വരിക, റീസെറ്റ്. Then next input type equal to submit. ഓക്കെ, രണ്ട് ബട്ടൺ വന്നിട്ട് റീസെറ്റും അതുപോലെ സബ്മിറ്റും. അപ്പോൾ നമ്മൾ റീസെറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ക്ലിയർ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ റീസെറ്റ് എന്നുള്ള വാല്യൂ വേണമെങ്കിൽ നമുക്ക് ക്ലിയർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. വാല്യൂ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ക്ലിയർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ സബ്മിറ്റ് എന്നുള്ളിടത്ത് വേണമെങ്കിൽ നമുക്ക് ലോഗിൻ എന്നാക്കി കൊടുക്കാം. നമുക്കിഷ്ടമുള്ള വാല്യൂസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആൻഡ് ലോഗിൻ. അപ്പോൾ ഇത് താഴത്തേക്ക് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യാണ്, BR ടാഗ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒരു നീറ്റായിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് ശരിയാക്കാം. അപ്പോൾ യൂസ് നെയിം പാസ്വേഡിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടി ഒരു BR ടാഗ് കൊടുക്കാം. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, അങ്ങനെ കൊടുത്തിട്ട് വന്നിട്ടാലും ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടോ ഇത് യൂസ് ചെയ്യുക. അതായത് ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ ബ്രേക്ക് ടാഗ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ക്യാരക്ടറിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതല്ലേ. അപ്പോൾ നമുക്കത് ഒരു ലിമിറ്റഡ് നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ യൂസ് നെയിം വന്നിട്ട് എന്താ കൊടുക്കുക, ഒരു
10 മതി, 10 മാത്രം 10 ലെറ്റേഴ്സ് നമുക്ക് അടിച്ചാൽ മതിയെങ്കിൽ മാക്സ് ലെങ്ത്ത് എന്ന ഇതാണ് യൂസ് ചെയ്യണത്, ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യണത്. മാക്സ് ലെങ്ത്ത് ഈക്വൽ ടു 10 കൊടുക്കുക. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? കണ്ടോ, 10 എണ്ണമാണ് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. സൈസ് കൂട്ടുമോ കുറയ്ക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ 5 ആണെങ്കിൽ ചെറുതായിരിക്കും. ഓക്കെ, 50 ആണെങ്കിൽ കൂടുതൽ. അപ്പോൾ അതുപോലെ സൈസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്കൊരു റേഡിയോ ബട്ടൻ്റെയും അതുപോലെ തന്നെ ഒരു ചെക്ക് ബോക്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ റേഡിയോ ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, റേഡിയോ ബട്ടൺ എന്ന കൺട്രോളർ യൂസ് ചെയ്യണത്. ഓക്കെ, ദെൻ ഇവിടെ നോക്കി, ഇപ്പോൾ ഹോബീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ 3 ഹോബീസ് ഉണ്ട്. അപ്പോൾ 2 ഹോബീസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് 3 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെക്ക് ബോക്സ് എന്ന കൺട്രോളർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെക്സ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കൊടുത്തേക്കേണ്ടത്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് റേഡിയോ ആണ്. ഓക്കെ, റേഡിയോ ആണ് ഇൻപുട്ട് ടൈപ്പ്. ദെൻ നെയിം ഈസ് ഈക്വൽ ടു സെക്സ്. ഓക്കെ, ദെൻ വാല്യൂ ഈസ് ഈക്വൽ ടു മെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ മെയിൽ, അതായത് ഇവിടെ ടൈപ്പ് ചെയ്ത് വരുന്നത് കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്, ഈ മെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെയിം എന്ന ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യണത്? ഈ ഇൻപുട്ട് കൺട്രോളറിന് ഒരു നെയിം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, നെയിം എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ വാല്യൂ. ഒരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് റേഡിയോ, നെയിം ഈസ് ഈക്വൽ ടു സെക്സ് ആൻഡ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫീമെയിൽ. ദെൻ ഫീമെയിലിന് ഇവിടെ ടൈപ്പ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ബിആർ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് ബിആർ ടാഗ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റേഡിയോ ബട്ടൺ സെറ്റ് ചെയ്യണത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ചെക്ക് ബോക്സ്. ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. ദെൻ നെയിം വന്നിട്ട് HOB ഹോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ വാല്യൂ വന്നിട്ട് ഗെയിംസ് ആണ്. ദെൻ പ്ലേയിങ് ഗെയിംസ് ഇവിടെ ടൈപ്പ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട്. Then input type checkbox, name is equal to hop, then value is equal to dance and dancing. Then input type checkbox, then name hop and value എന്ന് പറയുന്നത് റീഡിങ് ബുക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചാൽ ഒന്നിൽ കൂടുതൽ, അതായത് കുറേ ഓപ്ഷനിൽ നിന്നും ഒരു 5-6 ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ബോക്സ് യൂസ് ചെയ്യണത്. ദെൻ റേഡിയോ ബട്ടൺ എന്തിനാ യൂസ് ചെയ്യണേ, കുറേ ഓപ്ഷനിൽ നിന്നും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയോ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റേഡിയോ റീസെറ്റ് സബ്മിറ്റ് ആൻഡ് ബട്ടൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ആണ് നെയിം, അതായത് ഇൻപുട്ട് കൺട്രോളിന് നെയിം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നെയിം ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് വൺ ഇസ് ദ വാല്യൂ, അതായത് ആ കൺട്രോളിൻ്റെ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ സൈസ് എന്ന് പറയുന്നത് വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇൻപുട്ട് ടൈപ്പിനും അതുപോലെ തന്നെ പാസ്വേഡ്സിനും മാത്രമാണ്. ദെൻ മാക്സ് ലെങ്ത്തും അതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇൻപുട്ട് ടൈപ്പിനും പാസ്വേഡ്സിനും മാത്രമാണ്. അത് യൂസ് ചെയ്യണത് എന്തോരം ക്യാരക്ടേഴ്സാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന് ലിമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മാക്സ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ഏരിയയും അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എനിക്ക് മാത്രമേ ഞങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ഡൗട്ട്സ് കമന്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ആൻഡിൽ ദെൻ ദിസ് ഈസ് ഹാർക്കിസ്ട്രി.